This is rape. By definition, this is rape. They are birds, they want to live. All the chicken, goat, cows and buffaloes. ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിട്ടും സന്തോഷിക്കുന്നവരും അതിനൊക്കെ ഒരു പ്രതികരണവും ചെയ്യാത്ത കുറേ പേരുണ്ട്. സീമൻ കളക്ട് ചെയ്തിട്ട് അതൊരു ഇരുമ്പുപൊടിയുടെ അറ്റത്ത് വെച്ചിട്ട് ഒരു ഫീമെയിൽ ആനിമലിന്റെ ജനൈറ്റലിലേക്ക് സ്വകാര്യ ഭാഗത്തേക്ക് കുത്തി കയറ്റിയിട്ടാണ് അവരെ പ്രഗ്നന്റ് ആക്കുന്നത്. This is the second day and this is so uncomfortable to sit. നമ്മൾക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പം നമ്മൾ തന്നെ വേറൊരാളെ അടിച്ചമർത്തുമ്പോൾ നമുക്ക് എന്ത് യോഗ്യതയാണ്? നിങ്ങൾ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യമല്ല, നിങ്ങൾ ആഘോഷിക്കുന്ന അടിമത്തമാണ്. പല രീതിയിൽ ചൂഷണം ചെയ്യുകയും കഴുത്തരച്ച് കൊല്ലുകയും ഇഞ്ചിഞ്ചായി കൊല്ലുകയും സ്വകാര്യ ഭാഗങ്ങളും പച്ചമുളക് തിരികെ കയറ്റി 4-5 ദിവസത്തോളം ടോർച്ചർ ചെയ്ത് ഞങ്ങളിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് ആനിമൽ ലിബറേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മൃഗവിമോചനമാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. മൃഗവിമോചനം എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ പണ്ട് കാലം തൊട്ട് ഇപ്പം വരെ നമ്മൾ മനുഷ്യർ പല രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അവരെ അടിമകളാക്കുകയും അവരെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയും കഴുത്തരച്ച് കൊല്ലുകയും ഇഞ്ചിഞ്ചായി കൊല്ലുകയും അതുപോലെ തന്നെ ചുട്ടരച്ച് കൊല്ലുകയും അരച്ച് കൊല്ലുകയും അങ്ങനെ നമുക്ക് അറിഞ്ഞുകൊണ്ടുള്ളതും അറിയാൻ വയ്യാത്ത പല രീതിയിലും മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഫുഡാണ്. പക്ഷേ വെഗനിസം എന്ന് പറയുന്ന ഫുഡ് മാത്രമല്ല, ഏതൊക്കെ രീതിയിൽ നമ്മൾ മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നോ അതിനെതിരെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലായാലും കെട്ടിടങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മരുന്നുകളുടെ കാര്യത്തിലായാലും പിന്നെ ഈ പറഞ്ഞ സ്കിൻ കെയർ സാധനമായാലും നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളിൽ അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മൾ മൃഗങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി എതിരാണ് നമ്മളത് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 7 ദിവസം നിരാഹാര സമരമാണ്. ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നമ്മളാൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള കുറേ ജീവികളുണ്ട് ഈ ലോകത്ത്. നമ്മൾ അവരെ കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങിയത് തന്നെ. ലൈക്ക് നമ്മൾക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പം നമ്മൾ തന്നെ വേറൊരാളെ അടിച്ചമർത്തുമ്പോൾ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ലൈക്ക് ഒരാൾ കല്ലെറിയുമ്പോൾ വേറൊരാൾ ആ കല്ലെറിയുന്ന വ്യക്തി തന്നെ ആ കല്ലെറിയുന്ന മറ്റേ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ ബേസായിട്ട് മാത്രം ചെയ്യുന്നത്. ഇതിപ്പം മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് പറയുന്നത് കൊല്ലുന്നത് മാത്രമല്ല, വേറെ പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേപ്പായാലും ഉണ്ട്, സ്റ്റീലിംഗ് ആയിട്ടുള്ളതുണ്ട്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്ന് പറയുക കൊച്ചു കുട്ടികളുടെ അത്ര ബുദ്ധിയൊക്കെ ഉള്ളൂ. അതിന് സംഭവം സെൽഫ് ഡിഫെൻസ് പോലും നേരെ ചെയ്യാൻ കഴിയാത്ത ജീവികളാണ്. ഇപ്പോൾ കാട്ടിക്കിടക്കുന്ന കുറേ ജീവികളുണ്ട്, അത് ഇതിലും ഭീകരമാണ്. ലൈക്ക് ഒരു കൺസർവേഷൻ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ മൃഗങ്ങളെ കൊല്ലുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഓൾറെഡി നാച്ചുറലി ഉണ്ട്, എന്നിട്ട് നമ്മൾ വീണ്ടും കൺസേർവ് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്രൂരതയെ നമ്മൾ കൂട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിട്ടും സന്തോഷിക്കുന്നവരും അതിനൊക്കെ ഒരു പ്രതികരണവും ചെയ്യാത്ത കുറേ പേരുണ്ട്. സാഡിസ്റ്റ് മൈൻഡിക്ക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മളൊക്കെ അതിനെതിരെയും കൂടാണ് നമ്മളിത് ചെയ്യുന്നത് തന്നെ. അതുമാത്രമല്ല, അവിടെ കാട്ടിലായാലും ഈ പറഞ്ഞ ഹണ്ടിങ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മനുഷ്യർ ബ്രീഡ് ചെയ്യപ്പെടുന്ന ജീവികളെയാണ് ഞങ്ങൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നെങ്കിലും അവിടെയും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ ജീവികൾ ഇപ്പം മനുഷ്യവിരുദ്ധതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ കാര്യം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. മനുഷ്യരാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മൃഗങ്ങൾ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങളെതിരെ നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾ മനുഷ്യവിരുദ്ധത സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളോ അങ്ങനെയൊന്നുമല്ല. We are doing 7-day hunger strike here in Kerala, in Thiruvananthapuram, and I'm sitting in this cage. This is the second day and this is so uncomfortable to sit, but the chickens that you eat are sitting in the cage for 30 days from their birth, and then you will kill them and you eat them. How do you justify this? They are birds, they want to live. All the chicken, goat, cows and buffaloes, your honeybees and all the birds and animals, they all deserve freedom. They don't deserve to get murdered in your hands, and they should not be on your plates. Please boycott all animal products and services. എന്തിനാണ് ഈ സമരം? ഒരു വ്യത്യസ്തമായൊരു സമരമാണ് കണ്ടത് കൂട്ടിൻ്റെ അകത്ത്. എന്താണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സമരം തുടങ്ങിയത് ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിനാണ്. ഇന്ത്യ എമ്പാടും ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മളവരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യമല്ല, നിങ്ങൾ ആഘോഷിക്കുന്ന അടിമത്താണ്. കാരണം ഇന്ന് ലോകത്ത് മനുഷ്യൻ്റെ എണ്ണം 8 ബില്യൺ അടുത്താണെന്നാണ് പറയുന്നത്. ഒരു വർഷം മാത്രം മനുഷ്യൻ അടിമകളായി ബ്രീഡ് ചെയ്യിപ്പിച്ച്
കൂട്ടിനകത്തിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് 100 ബില്യണിലധികം മൃഗങ്ങളെയാണ്, 10 ഇരട്ടിയിലധികം മൃഗങ്ങളെയാണ്. ഈ അടിമത്താണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. എൻ്റെ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയിൽ 7 ദിവസം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ടോയ്ലറ്റ് ബ്രേക്കും എല്ലാം എടുക്കും. പക്ഷേ ഈ മൃഗങ്ങളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ ഇതിനകത്താണ് ജീവിക്കുന്നത്, ഇതിനകത്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതിനകത്താണ് മലവിസർജനം നടത്തുന്നത്. ആ അവസ്ഥ എന്തുകൊണ്ടെനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഉള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഉത്തരവേ ഉള്ളൂ. മനുഷ്യനെ 10,000 വർഷക്കാലം അല്ലെ അതിനും അധികം കാലത്തോളം അടിമയാക്കി വെച്ചിരുന്നു അല്ലേ. മനുഷ്യരുടെ അടിമത്തം അവസാനിച്ചിട്ട് അധികം കാലമൊന്നും ആവുന്നില്ല, ഒരു 100 വർഷം അല്ലെങ്കിൽ അതിൽ കുറവേ ആവുന്നുള്ളൂ. ഇതേ മനോഭാവം തന്നെയാണ് ഇന്ന് മനുഷ്യർക്കുള്ളത്. ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തതിനേക്കാളും, സവർണർ അവർണരോട് ചെയ്തതിനേക്കാളും, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്തതിനേക്കാളും അതിനും വലിയ എത്രയോ കൊടും ക്രൂരതകളാണ് ഇന്ന് മനുഷ്യരും മൃഗങ്ങളോട് ചെയ്യുന്നത്. ഇവിടെയുള്ള പോസ്റ്റേഴ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവനോടെ, ഞാൻ ഈ സംസാരിക്കുന്ന ഓരോ നിമിഷവും ജീവനോടെ ഒരു ദിവസം പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ തീയിലെരിച്ച് കൊല്ലുന്നത്. പോൾട്രി ഫാമുകളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്ട്സാണ് അവർ തീയിലെരിച്ചാണ് കൊല്ലുന്നത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും. അതേപോലെ കന്നുകാലികൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കന്നുകാലികളെ കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും പച്ചമുളക് തിരികെ കയറ്റി 4-5 ദിവസത്തോളം ടോർച്ചർ ചെയ്ത് വണ്ടിക്കകത്ത് കുത്തി നിറച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. മനുഷ്യന് കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടി മാത്രം. ഇത് അവസാനിക്കണം, ഇത് പൂർണ്ണമായിട്ടും അവസാനിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സമരം ചെയ്തത്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിന്. ഈ മൃഗങ്ങളുടെ അടിമത്തം അവസാനിക്കുന്നത് വരെ, ഈ ലോകത്തുള്ള ഓരോ ജീവിയുടെയും വേദന അവസാനിക്കുന്നത് വരെ, മനുഷ്യനായാലും മൃഗമായാലും നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളും, നമ്മൾ സമരം ചെയ്യും. എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെയും തുറന്നു വിടണമെന്നാണോ? തുറന്നു വിടണം എന്നല്ല നമ്മൾ പറയുന്നത്, പ്രാക്ടിക്കലായിട്ട് അവരുടെ യാതന അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തുറന്നു വിടുക എന്ന് പറയുന്നത് 100 ബില്യൺ ജീവികളെ തുറന്നു വിടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികളെ ബ്രീഡ് ചെയ്യുന്നത്, അതായത് ആർട്ടിഫിഷ്യലിയാണ് ബ്രീഡ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ബ്രീഡ് ചെയ്യുന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിൻ്റെ അനൽ ഹോളിൽ മലദ്വാരത്തിൽ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് അവരുടെ സീമൻ കളക്ട് ചെയ്തിട്ട് അതൊരു ഇരുമ്പ് വടിയുടെ അറ്റത്ത് വെച്ചിട്ട് ഒരു ഫീമെയിൽ ആനിമലിൻ്റെ ജനേറ്ററിലേക്ക് സ്വകാര്യ ഭാഗത്തേക്ക് കുത്തി കയറ്റിയിട്ടാണ് അവരെ പ്രഗ്നൻ്റ് ആക്കുന്നത്. ഇത് പച്ചയായുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേപ്പാണ്. ദിസ് ഈസ് റേപ്പ്, ബൈ ഡെഫിനിഷൻ ദിസ് ഈസ് റേപ്പ്. അങ്ങനെ ചെയ്താണ് ഈ ഇവരെ പ്രഗ്നൻ്റ് ആക്കി അവരുടെ പാല് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ മാംസം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഇത്തിരി പോകുന്ന 4 മാസം പോലും പ്രായമാവാത്ത കുഞ്ഞുങ്ങളുടെ മാംസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അവരെ ബ്രീഡ് ചെയ്യുന്നത്. ഈ ഒരു ബ്രീഡ് അവരെ ജനിപ്പിച്ച് ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മനുഷ്യരാണ്. അപ്പോൾ അവരെ ജനിപ്പിക്കാതിരിക്കുക, അവർ ജനിച്ചില്ലെങ്കിൽ അവർ യാതൊരു അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ പറയുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഇങ്ങനെയുള്ള വകുപ്പുകളിലേക്ക് നിങ്ങളിത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടമാനം പെറ്റീഷനുകൾ കിടപ്പുണ്ട് അവിടെ, പക്ഷെ ജനങ്ങളുടെ സപ്പോർട്ടില്ല എന്നുള്ളതാണ്. ഇത് മെയിൻ സ്ട്രീമിലേക്ക് എത്തിയിട്ടുള്ള വിഷയം. മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് പേര് ഇവിടെ ഇരുന്നുകൊണ്ട് യാതൊരു മാറ്റവും വരില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതേപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇന്നലെയാണ് നമ്മൾ സമരം സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നു. നമ്മൾ 2022 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ 2022-26 വരെ സർക്കാരിലോ അല്ലെങ്കിൽ മൃഗസംരക്ഷണമോ ആരും ഇടപെടുകയോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ 90% അറവുശാലകളും ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ലൈസൻസ് പോലും ഇല്ല. ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഉദ്യോഗസ്ഥന്മാർ പോലും അറവുശാല ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരുപാട് ഇല്ലീഗൽ ഉണ്ട്. പക്ഷെ ഇപ്പം തിരുവനന്തപുരം മേയർ ഒരു പുതിയ സംവിധാനം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് മൃഗങ്ങളെ അവരെ ശരിയായ സ്ഥലത്ത് മാത്രം അറവുശാല എന്നൊരു രീതിയിൽ കുന്നുകുഴിയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അറിയാം. അത് വരുമ്പോൾ ഈ ബാക്കിയുള്ള ഈ അനധികൃതമായി നടക്കുന്ന അറവുശാലകളും മൃഗങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്ന രീതിയിലുള്ളതെല്ലാം എന്നൊരു നിയമപ്രകാരം മൃഗങ്ങളെ സ്റ്റൺ ചെയ്യാതെ കൊല്ലാൻ പാടില്ല. മൃഗങ്ങളെ ഒരു ജീവനെ മുന്നിൽ മറ്റൊരു ജീവനെ അറക്കാൻ പാടില്ല. പക്ഷേ കേരളത്തിലുള്ള ഏതൊരു മനുഷ്യനും അറിയും, നിങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ കോഴിക്കടകളിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയും. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. പക്ഷെ അതൊന്നും തടയാൻ പോലും ആരും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇനി നിയമപരമായിട്ടാണെങ്കിൽ പോലും നടക്കുന്നത് ശരിയല്ല. നിയമപരമായിട്ടാണെങ്കിൽ പോലും ജീവികളെ ജനിപ്പിച്ച്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ജീവികളെ റേപ്പ് ചെയ്യുന്നത് ലീഗലാണ്. അവർ അനൽ ഹോളിൽ ഷോക്ക് കൊടുത്ത് അവരുടെ സീമൻ കളക്ട് ചെയ്ത് ഒരു ഫീമെയിൽ ആനിമലിൻ്റെ ഉള്ളിലേക്ക് റേപ്പ് ചെയ്ത് കയറ്റുന്നത് ലീഗലാണ്. അതെ, പല ക്രൂരതകളും ലീഗലാണ്. എക്സ്ട്രീം ക്രൂവൽറ്റീസ് ലീഗലാണ്.
അപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ വേണം. ഭരണഘടനയിൽ തന്നെ മാറ്റം വേണം. മൃഗങ്ങൾക്ക് തുല്യ പരിഗണന ലഭിക്കണം. അവർക്ക് മോറൽ കൺസിഡറേഷൻ, ഒരു മിനിമം മോറൽ കൺസിഡറേഷൻ എങ്കിലും അവർക്ക് ലഭിക്കണം. അതേപോലെ സിസ്റ്റം ട്രൈ ചെയ്യണം അവരുടെ സഫറിങ് ഇല്ലാതാക്കാൻ. എന്നാലും മാത്രമേ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തം നിലനിൽക്കും. ഇപ്പം അത് കറുത്ത വർഗ്ഗക്കാരുടെ അടിമത്തമാണെങ്കിലും, അല്ലെങ്കിൽ ജാതീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥിതി നിലനിൽക്കും, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ, ബാലവേല എന്ന് പറഞ്ഞൊരു സംഗതി നിലനിൽക്കുമ്പോൾ, ഇത് ലീഗലായിട്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര നിയമങ്ങൾ കൊണ്ട് തടയാൻ ശ്രമിച്ചാലും ആ ക്രൂരതകൾ നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റൂല. അടിമകളോട് നടക്കുന്ന ക്രൂരത അവസാനിപ്പിക്കാൻ പറ്റൂല. ഈ വ്യവസ്ഥിതി തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്നൊരു വിമോചനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ആണ് നമ്മൾ പരിശ്രമിക്കുന്നത്. സംഘടനയാണ് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഘടനയല്ല. നമ്മുടെ ഗ്രൂപ്പിന്റെ മൂവ്മെന്റിന്റെ പേര് ആനിമൽ ലിബറേഷൻ മൂവ്മെന്റ് എന്നാണ്. ആനിമൽ ലിബറേഷൻ മൂവ്മെന്റ് കേരളയുടെ ഭാഗമായിട്ടാണ് നമ്മളിതിപ്പോൾ നടപ്പിലാക്കുന്നത്. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ ആനിമൽ ലിബറേഷൻ മൂവ്മെന്റ് ലോകമെമ്പാടുമുള്ള മൂവ്മെന്റ് ആണ്. ലോകത്തെമ്പാടും മൃഗങ്ങൾ അടിമകളാണ്. ഇത് ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, കേരളത്തിലെ കാര്യം മാത്രമല്ല, ലോകത്തെല്ലാവരുടെയും മൃഗങ്ങളുടെ അവസ്ഥ തുല്യമായിട്ട് ഇതേപോലെ തന്നെ വളരെ പരിതാപകരമാണ്. സംഘടനകളുണ്ട്. ഞാൻ തന്നെ പല സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ, പൂനെ, ചെന്നൈ, എല്ലാ സംസ്ഥാനങ്ങളിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സപ്പോർട്ട് കൂടുന്നുണ്ട്. നമ്മൾ കുറച്ച് പേരൊന്നും തുടങ്ങിയതാണ്. കേരളത്തിലൊരു 6-7 വർഷം മുന്നേ ഒരു 6 പേരോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് 130 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 160 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ നമ്മളെ കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ മാറ്റം ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ആളായതിനു ശേഷം നമ്മൾ ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കാനും, അതായത് നമ്മൾ ഇല്ലീഗലായിട്ടുള്ള അറവശാലകൾ കണ്ടുപിടിക്കാനും ഇങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിച്ച് തുടങ്ങുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടിയോ ആരെങ്കിലും സപ്പോർട്ടിനുണ്ടോ? അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ജനങ്ങളും കേൾക്കേണ്ട ഒരു സംഭവമാണ്. ഒരു പാർട്ടിയും ഒരു യൂണിയനും, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയൻ ഉണ്ടല്ലേ. ഞാനിവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അടിമപ്പണി എടുപ്പിക്കുന്ന മൃഗങ്ങളുണ്ട് അല്ലെ, ഒട്ടകങ്ങൾ, കുതിരകൾ, ആനകൾ, ഇവരെ കൊണ്ടൊക്കെ അടിമപ്പണി എടുപ്പിക്കുക ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടി ഒന്നും ഒരു യൂണിയൻ, ഒരു പാർട്ടി സംസാരിക്കൂല അല്ലേ. മനുഷ്യർക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന പാർട്ടികളൊന്നും ഈ അടിമകൾ അവർ കാണൂല. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല, ഇവർക്ക് ഇതുപോലെ ഇരുന്ന് വന്ന് നാടകം കാണിക്കാൻ പറ്റൂല, ഇവർക്ക് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കാനുള്ള ശേഷിയില്ല. അപ്പം ജനങ്ങൾ നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണ്. നിങ്ങളെ കൊണ്ട് ഈ പാർട്ടിക്കോ യൂണിയനുകൾക്കോ ഒന്നും ഉപകാരം ഇല്ലെങ്കിൽ, ഈ സംഘടനകൾക്കോ NGO-കൾക്കോ ഒന്നും നിങ്ങളെ കൊണ്ട് ഉപകാരം ഇല്ലെങ്കിൽ, നിങ്ങളും അവർക്ക് ഇതുപോലെ പ്രോഡക്ട്സ് ആയിരിക്കും, വേസ്റ്റ് പ്രോഡക്ട്സ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാൻ പോകുന്നില്ല. അവർ യഥാർത്ഥത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യരാണെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ നീതിബോധമുള്ളവരാണെങ്കിൽ, ഒരല്പം നീതിബോധമുള്ളവരെങ്കിലും അവർ മൃഗങ്ങൾക്ക് വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് അവർ ശബ്ദിച്ചേനെ. അവരവരുടെ ലാഭം നോക്കി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു. അവസാനം ഒരു ചോദ്യം കൂടെ. ഇപ്പം മൃഗങ്ങൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഉത്സവത്തിന് ഈ ആനേനെയൊക്കെ കൊണ്ടുവരുന്നത് ഉണ്ട്, അതിനെതിരാണ്. നമ്മളൊരു പോസ്റ്റർ അവിടെ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആനയാൽ ഏതൊരു മൃഗമാണെങ്കിലും അത് ഏത് മൃഗം നോക്കിയിട്ടല്ല, ഏത് ജാതിയെ നോക്കിയിട്ടല്ല, ഏത് മതം നോക്കിയിട്ടല്ല, ജെൻഡർ എന്താന്ന് നോക്കിയിട്ടല്ല, വേദന അറിയാൻ പറ്റുമോ? വേദന അറിയുന്ന ജീവികൾക്കെല്ലാം തുല്യ പരിഗണന വേണം. ഇതിന് മനുഷ്യൻ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷേ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഒരു കാലം വരും ഇത് മനസ്സിലാക്കുന്നത്. അന്ന് മനുഷ്യർ തിരിഞ്ഞു നോക്കും. ഇന്ന് ചെയ്ത ഈ കൊള്ളരുതായ്മകളെല്ലാം മനുഷ്യർ വെറുപ്പോടെ തിരിഞ്ഞു നോക്കും. ഇന്ന് നമ്മൾ എങ്ങനെയാണോ തിരിഞ്ഞു നോക്കുന്നത്, പണ്ടത്തെ കാലത്തുള്ള ആൾക്കാരെ, മനുഷ്യരെ അടിമകളാക്കി വെച്ച ആൾക്കാരെ എങ്ങനെയാണോ തിരിഞ്ഞു നോക്കുന്നത്, അന്ന് ഇന്നത്തെ സമൂഹത്തിനെ ഭാവി തലമുറ തിരിഞ്ഞു നോക്കും. ആനകൾ ഉപയോഗിക്കുന്നതും വളരെ തെറ്റാണ്. അവരാണ് ഇതിനെക്കുറിച്ച്, ആനകളുടെ കാര്യം കുറച്ചും കൂടി ജനങ്ങൾക്ക് അവയർനെസ് ഇല്ലയാണ്, എത്രത്തോളം ക്രൂരതയാണ് അവർ അനുഭവിക്കുന്നതെന്നുള്ളത്. അതിന് നമ്മളെതിരാണ്. പിന്നെ ഈ മൃഗങ്ങളുടെ കാര്യത്തിലാണ് തീരെ ആർക്കും അറിയില്ല എന്താ അവർക്ക് സംഭവിക്കുന്നതെന്നുള്ള. 4 ചുമരുകൾക്കകത്ത് അറവശാലകൾക്കുള്ള അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതാണ്.